പറയാൻ പോകുന്നത് മാക്സിമം വാല്യൂ ഓഫ് മാസ് ഫ്ലോ റേറ്റ്. വാട്ട് ഈസ് ദാറ്റ് മാക്സിമം വാല്യൂ ഓഫ് മാസ് ഫ്ലോ റേറ്റ്? മാസ് ഫ്ലോ റേറ്റിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, അത് നമ്മൾ ഡെറൈവ് ചെയ്തു. ഇനി ഏത് പ്രഷർ റേഷ്യോയിലാണ് മാസ് ഫ്ലോ റേറ്റ് മാക്സിമം ആവുന്നത് അത് കണ്ടുപിടിച്ചു. ഇനി മാക്സിമം മാസ് ഫ്ലോ റേറ്റിൻ്റെ വാല്യൂ എത്രയാണ്, അതിൻ്റെ റിലേഷൻ എന്താണ്, മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ട റിലേഷൻ എന്താണ്? അപ്പോൾ ഓൾറെഡി നമുക്കറിയാം ഈ കാണുന്ന റിലേഷൻ നമ്മൾ ഡെറൈവ് ചെയ്തതാണ്. ഇത് എന്താണ്? ഇത് മാസ് ഫ്ലോ റേറ്റ് ഇൻ ടേംസ് ഓഫ് പ്രഷർ റേഷ്യോ എന്ന റിലേഷനാണ്. വെൻ എം ഡോട്ട് ഈക്വൽ ടു എം ഡോട്ട് മാക്സ്, എപ്പോഴാ പി ബൈ പി നോട്ട് ഈ പറയുന്ന വാല്യൂ ആവുമ്പോഴാണ് എം ഡോട്ട് മാക്സ് ആവുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പി ബൈ പി നോട്ടിന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും എം ഡോട്ടിന് പകരം എം ഡോട്ട് മാക്സ് കിട്ടും. ആ സമയത്ത് എന്തായിരിക്കും? എ സ്റ്റാർ ആയി മാറും. ഓക്കെ, അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നത്? എം ഡോട്ട് മാക്സ് കൊടുക്കുന്നു, ഇവിടെ എ സ്റ്റാർന്ന് കൊടുക്കുന്നു. ഇനി എന്ത് ചെയ്യുന്നു? ഈ വാല്യൂവിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് കൊടുക്കുന്നു. കണ്ടില്ലേ? ഈ പി ബൈ പി നോട്ടിന് പകരം 2 ബൈ ഗാമ പ്ലസ് 1 റേസ് ടു ഗാമ ബൈ ഗാമ മൈനസ് 1 എന്നുള്ളത് കൊടുക്കുന്നു. ഇത് റീഅറേഞ്ച് ഇത് സിംപ്ലിഫൈ ചെയ്യുക. ഇതിവിടെ ചെയ്തിട്ടുള്ള വ്യത്യാസം എന്താണ്? ഈ ഗാമ വെട്ടിപ്പോയി ഈ 2ന് മുകളിലേക്ക് വന്നു അല്ലേ? എ റേസ് ടു ബി റേസ് ടു സി എന്താണ്? അതായത് എക്സ് റേസ് ടു എ റേസ് ടു ബി എന്ന് പറയുമ്പോൾ എന്ത് വരും? എക്സ് റേസ് ടു എ വോൾ റേസ് ടു ബി എന്ന് പറയുമ്പോൾ എക്സ് റേസ് ടു എ ബി, ആ സംഭവമാണ് വരുന്നത്. അങ്ങനെ ഇവിടെ എന്ത് വരും? ഈ ഗാമ വെട്ടിപ്പോയിട്ട് ഗാമ പ്ലസ് 1 ബൈ ഗാമ മൈനസ് 1 എന്ന് വരും. കണ്ടില്ലേ? ഇനി ഇതിൽ ബ്രാക്കറ്റുകൾ കുറച്ച് കൂടുതലുണ്ട് അനാവശ്യമായിട്ട്, അപ്പോൾ ബ്രാക്കറ്റുകളൊക്കെ കളഞ്ഞു. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിനെന്ത് ചെയ്യാം? ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഇതിൽ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. 2 ബൈ ഗാമ പ്ലസ് 1 കോമൺ ആയിട്ട് കാണുന്നില്ലേ നിങ്ങൾ? അപ്പോൾ എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈയിങ് ആൻഡ് ഡിവൈഡ് ബൈ ഫസ്റ്റ് ടേം വിത്ത് ഇൻ സ്ക്വയർ ബ്രാക്കറ്റ് വിത്ത് 2 ബൈ ഗാമ പ്ലസ് 1. 2 ബൈ ഗാമ പ്ലസ് 1 കൊണ്ട് എന്ത് ചെയ്യുക? ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്തുള്ള ഇതിനെ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈയും ഡിവൈഡും ചെയ്യുക. കണ്ടില്ലേ? 2 ബൈ ഗാമ പ്ലസ് 1 എന്ന് പറയുന്നത് ഇത് 2 ബൈ ഗാമ പ്ലസ് 1 ആണ്. അത് അടിയിൽ എന്താണ്? 2 ബൈ ഗാമ പ്ലസ് 1 ഇങ്ങനെ, അത് ഇൻറ്റു 2 ബൈ ഗാമ പ്ലസ് 1 ബൈ 2 ബൈ ഗാമ പ്ലസ് 1 എന്നുള്ളത് 1 ആണുള്ളത്. 1 കൊണ്ട് ചെറിയ വ്യത്യാസം വരില്ലല്ലോ. അപ്പോൾ ഈ അടിയിൽ കാണുന്ന സാധനം തിരിഞ്ഞിട്ട് പിടിക്ക് വരുന്നു. അതാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ എന്താ വ്യത്യാസം വന്നിട്ടുള്ളത് നോക്കാം. ഇവിടെ കണ്ടില്ലേ? അപ്പോൾ നമ്മളങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് എഴുതിയതാണ്. ഇനി ഈ പറയുന്ന സംഭവം നോക്കുക. ഈ കാണുന്ന ടേം മാത്രം നോക്കുക. ഈ ടേം മാത്രം നോക്കിയേ. ഈ കാണുന്ന ടേം എന്ത് വരും? അത് 2 ബൈ ഗാമ പ്ലസ് 1 രണ്ടിനുണ്ടല്ലോ. അപ്പോൾ ഒരു ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് വരും? ഇത് ഇൻറ്റു ഇത് ചെയ്യുമ്പോൾ വരും. ഇത് ഒരെണ്ണം കൂടിയും വരും അല്ല? അപ്പോൾ ഇതിൽ കൂടെ എന്ത് ചെയ്യണം? പ്ലസ് 1 ആഡ് ചെയ്യണം. അത് സിംപ്ലിഫൈ ചെയ്യുക. പ്ലസ് 1 എന്ന് പറയുമ്പോൾ ഗാമ മൈനസ് 1 ബൈ ഗാമ മൈനസ് 1 ഒരുമിച്ച് എഴുതാം അല്ലേ? 1ന് പകരം. അപ്പോൾ എന്ത് വരും? 2 പ്ലസ് ഗാമ മൈനസ് 1 ബൈ ഗാമ മൈനസ് 1. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? 2 മൈനസ് 1 ചേർന്നിട്ട് പ്ലസ് 1 ആവും. അപ്പോൾ ഈ കാണുന്ന ടേമിന് പകരം എന്താവും? ഈ പറഞ്ഞ ടേം ആവും. കണ്ടില്ലേ? ഈ കാണുന്ന ടേമിന് പകരം ഇത് വരുന്നു. ഓക്കെ, അപ്പോൾ എന്തായി? ഇവിടെ രണ്ട് സ്ഥലത്തും കോമൺ ആയിട്ട് ഇതേപോലെ വന്ന പോലെ ഈ കാണുന്ന സംഭവം ഒരുപോലെ വന്നിട്ടുണ്ടല്ലോ. കോമൺ ആയിട്ട് ഇതല്ലേ ഉള്ളൂ. കോമൺ ആയിട്ട് ഇതും ഇത് ബാക്കിയുള്ളത് ഇതും. അപ്പോൾ എന്ത് വരുന്നു? ഇത് ഇവിടെ ഉള്ളത് ഇത് ബാക്കി ഇവിടെ ഉള്ളത് 1 ആണ്. ഇൻറ്റു 1 കോമൺ ആയിട്ടുള്ള ഈ കാണുന്ന സാധനം കോമൺ ആണ്. ഈ കോമൺ ഇതിനെ പുറത്തേക്ക് എടുത്തു. ബാക്കിയുള്ള ഇതും ഈ 1ഉം ഇവിടെ എഴുതി. മൈനസ് ഉള്ളതുകൊണ്ട് -1. ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം. ഇവിടെ ചെയ്ത കാര്യം പറഞ്ഞല്ലോ. 2 ബൈ ഗാമ പ്ലസ് 1 റേസ് ടു ഗാമ പ്ലസ് 1 ബൈ ഗാമ മൈനസ് 1 ഔട്ട് സൈഡ് പുറത്തേക്ക് എടുത്തു. ഉണ്ടാകും. ഈ കാണുന്ന സാധനത്തിന് ഔട്ട് സൈഡ് രണ്ടിലും ഉണ്ട്. അപ്പോൾ ഔട്ട് സൈഡ് എടുത്തു. അതാണ് ഈ കാണുന്നത്. ഇനി ഇതെങ്ങനെ ഇങ്ങനെ വന്നു? ഗാമ -1 ആയി. ഗാമ പ്ലസ് 1 ബൈ 2 -1 എന്താ വരിക? ഇത് -2 ബൈ 2 എന്ന് എഴുതാം. -1 ഒരു ഇവിടെ 1 - 2 -1 ആണ്. ഇപ്പോൾ ഗാമ -1 ബൈ 2. ഇനി ഇതെന്താണ്? ഈ കാണുന്ന സാധനം സെയിം അല്ല. ഇത് വെട്ടിക്കളഞ്ഞൂടെ? 2 വെട്ടിക്കളയുക. ഗാമ -1 ഗാമ -1 വെട്ടിക്കളയുക. അപ്പോൾ ഇത് അവസാനം ഇങ്ങനെ വന്നു. ഗാമ -1 ബൈ 2 ക്യാൻസൽസ്. അപ്പോൾ എന്തായി? m dot max root of T0 by S star P0 into root of R by gamma equal to root of 2 by gamma plus 1 raised to gamma plus 1 by gamma minus 1.
ഇനി ഇതിനെ റൂട്ടിനെ കളഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ഹാഫ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. റൂട്ട് എന്ന് പറയുമ്പോൾ ഹാഫ് റേസ് ടു ഹാഫ് ആണല്ലോ. ഒരു കോമൺ കേസ്, അതായത് എപ്പോഴും വരാവുന്ന കേസ് എന്താണ്, നമ്മുടെ എയറിൻ്റെ കേസ്. എയറിൻ്റെ കേസിൽ ഗാമയുടെ വാല്യൂ 1.4 ആണ്. ആറിൻ്റെ വാല്യൂ എന്താണ്, സ്പെസിഫിക് ഗ്യാസ് കോൺസ്റ്റൻറ്റ് ആറിൻ്റെ വാല്യൂ 287 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. അപ്പോൾ ഈ രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ആറും ഗാമയും. രണ്ടും ഈ വാല്യൂവിൽ ഈ ആറിന് വാല്യൂ ഇത് കൊടുക്കുക, ഗാമയ്ക്ക് ഈ 1.4 കൊടുക്കുക. അപ്പോൾ കൊടുത്തു നോക്കുക. അതിൽ കണ്ടോ, ആറിന് 287 കൊടുത്തു, ഗാമയ്ക്ക് 1.4 കൊടുത്തു. കണ്ടില്ല, ഇവിടെ കണ്ടില്ല, ഗാമയ്ക്ക് 1.4 കൊടുത്തു. ഇപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും, ഈ കാണുന്ന വാല്യൂ വരും 0.0404. അതാണ് ഈ പറയുന്ന മാസ് ഫ്ലോ റേറ്റിൻ്റെ ഈ ഒരു ടേം ഒരുമിച്ച് എഴുതിയിട്ടുള്ള ടേം, നോൺ ഡൈമെൻഷണൽ ടേമിൻ്റെ വാല്യൂ 0.0404. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ പറയാം.